രാജേട്ടാ, ഇന്ന് പത്രത്തില് രാജേട്ടൻ്റെ ഒരു ലേഖനം കണ്ടല്ലോ, അത് നന്നായിട്ട് ചെയ്തത്. നമ്മള് ബസ് യാത്രക്കാര് സാധാരണ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം വെള്ളമുണ്ട്, പക്ഷെ തുള്ളി കുടിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നഗരങ്ങളിലേക്ക് വരുന്ന ആൾക്കാർക്ക് ബസ്സിൽ കയറാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. തിരക്ക്, അതിനുള്ള ബസ്സുകളില്ല. കൂടുതൽ ബസ് ഓടിക്കില്ല. പല ബസ്സും ട്രിപ്പും മുടക്കുക. അപ്പോൾ നമ്മൾ സാധാരണ തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാരൊക്കെ വഴിയാകാരാവുക. പരാതി കൊടുത്തിട്ടൊന്നും അതിന് ബലം കാണാക്കി. റോഡിന് ഭയങ്കരമായ മോശമായിട്ടുള്ള പരിസ്ഥിതിയാണ് റോഡിന്റെ. അതുകൊണ്ടാണ് ബ്ലോക്കുകളൊക്കെ വന്ന ആൾക്കാർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. റോഡാകെ കുഴികളാണ്. ഇനി എന്നാ തീരാന്ന് പല എല്ലാ റോഡുകളും ഉടനെ തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നൊരു അയ്യന്തോളം ഒരു കുട്ടി അപകടത്തിൽ പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അത് റോഡിന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ്. സങ്കടകരമായ കാര്യങ്ങൾ കാലത്തുണ്ടായതാണ്. ഒരു യുവാവ് ബാങ്കിലേക്ക്, കുന്നംകുളത്ത് ബാങ്കിലേക്ക്, ഫെഡറൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ് ജോലിക്ക് പോവുക. ആ ബൈക്ക് അയ്യന്നൂർ മാർക്കറ്റിന്റെ അവിടെ എത്തിയപ്പോൾ തിരക്കാണ്, മഴയുണ്ട്, ബസ്സും വരുന്നുണ്ടായിരുന്നു. പോയി കണ്ടപ്പോൾ വെട്ടിച്ചെടുത്തപ്പോൾ മാറിയപ്പോൾ ബസ് തട്ടി, ബസ്സിന്റെ അടിയിൽ വിട്ടു. അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ട് രക്ഷ കിട്ടിയില്ല. അമ്മൂടിന്റെ തകരാറ്, പിന്നെ വാഹനത്തിന്റെ ആരാ ഉത്തരവാദി വെച്ചാൽ എല്ലാവരും ഉത്തരവാദി ഉണ്ട്. പിന്നെ ഇപ്പം ഇതിലാരും അധികാരികളും നേതാക്കളൊന്നും ബസ്സിൽ പോകില്ല. എല്ലാവരും കാറിലും മറ്റു പല വഴിക്കാൻ പോകണം. അപ്പം അവർക്ക് ഇതിന്റെ അവസ്ഥ അറിയില്ല. അവരാരും അപകടത്തിൽ പെടുന്നുമില്ല. പെടുന്നതും അനുമതികളൊക്കെ വേണം. സാധാരണ അതിന്റെ നമ്മൾ ഇനിയിപ്പോ വളരെ വൈകാതെ അടുത്ത ദിവസം പുതിയ സംഭവങ്ങളായിട്ട് വിചാരണ വരും. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമുക്ക് പ്രതികരിക്കാം കേട്ടോ.